അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയെ ധന്യമാക്കിയ സഭാധ്യക്ഷനവറുകളെ, ഉദ്ഘാടകരെ, ഗുരുനാഥന്മാരെ, നേതാക്കളെ, അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് ഈ മാസം അനുഗ്രഹീതമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് ഈ പരിശുദ്ധ ദീനിനെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ലോക നേതാവിനെ നാം ഏത് സമയത്തും അനുസരിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് കാട്ടാളന്മാരുടെ ആറാംഗത്തിലായിരുന്നു. പക്ഷേ മനുഷ്യത്വം, മതം, സംസ്കാരം ഇതെല്ലാം അവർക്ക് അന്യമായിരുന്നു. മൃഗതുല്യ ജീവിതമായിരുന്നു അവരുടെ സ്വഭാവം. അവരിൽ തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ അത് ചിലർക്ക് ഇഷ്ടമായിരുന്നില്ല. നബിയെ സ്വീകരിക്കുന്നതിന് പകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മർദ്ദനങ്ങൾ അയച്ചുവിട്ടു. കള്ളനാണെന്ന് തൂക്കി വിളിച്ചു, കാലിന് കല്ലെറിഞ്ഞു, ചത്ത ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലേക്കിട്ടു. ഇതെല്ലാം അള്ളാഹുവിന്റെ ദീനായ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി മാത്രമായിരുന്നു. ജനിച്ച നാട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കി. അങ്ങനെ പരിശുദ്ധ മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. ആദ്യം തായിഫിലേക്ക് ഹിജ്റ പോയിരുന്നു. അവിടെ സമാധാനമില്ലാതായപ്പോൾ കുട്ടികളും വിട്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. ഷർഫാക്കപ്പെട്ട കാലിൽ നിന്ന് രക്തമൊഴുകി വന്നു. അപ്പോൾ നബിയെ സഹായിക്കാൻ വേണ്ടി വന്നു. എത്ര മർദ്ദനങ്ങളും അനുഭവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിൽ വന്ന ശബ്ദം അല്ലാഹു അഹദ് എന്ന് മാത്രമായിരുന്നു. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന മഹാഭാഗ്യവനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് എല്ലാ ദിവസവും മാപ്പ് ചോദിക്കുമായിരുന്നു. പക്ഷേ ദോഷം ചെയ്തത് കൊണ്ടല്ല. ഇങ്ങനെ താഴ്മയുടെ വലിയ മാതൃകയായി ലോകാനുഗ്രഹം ജനിച്ചു നിൽക്കുന്നു. എല്ലാവരോടും സ്നേഹവും കാരുണ്യവും ആ മഹാജീവിതത്തിന്റെ സവിശേഷതമായിരുന്നു. പുഞ്ചിരി മാത്രമേ എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങൾക്കും മറുപടി. ഇങ്ങനെയുള്ള ഒരു നേതാവ് ലോക ചരിത്രത്തിലില്ല. അവരുടെ ബന്ധത്തുകൊണ്ട് അള്ളാഹുവിനെയും അവരുടെ സേവനങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗത്തെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.